ഹലോ. എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിലായിരിക്കും അല്ലേ? നമുക്ക് ആ ക്ഷീണം ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാലോ? ശരത് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഓണാഘോഷത്തെ പറ്റിയാണ്. വയനാട് പുൽപ്പള്ളിയിലെ പാലമൂല എന്ന് പറഞ്ഞ ചെറിയൊരു മനോഹരമായ ഗ്രാമമാണ്. അവിടെ ഒരു ന്യൂ ഫിനിക്സ് എന്നൊരു ക്ലബ്ബുണ്ട്. ഒരുപാട് പഴക്കമുള്ള ക്ലബ്ബാണ്. അപ്പോൾ ആ ക്ലബ്ബ് എല്ലാ വർഷവും ഓണാഘോഷം സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ ആ ഒരു അനുസ്മരണമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ദുരന്തം നടന്ന ആ സമയം കൊണ്ട് ഓണാഘോഷം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം പൂർവാധികം ശക്തിയോടെ വളരെ മനോഹരമായി ആ ഓണാഘോഷം ഞങ്ങൾ കൊണ്ടാടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു, അതായത് ചതയ ദിനത്തിൻ്റെ അന്നായിരുന്നു ഓണാഘോഷം. അപ്പം അവിടുത്തെ കുറച്ച് രസകരമായ കാഴ്ചകളും എല്ലാവരും പങ്കെടുത്ത കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പ്രായമൊന്നും അവിടെ ഒരു പ്രശ്നമല്ല, ജാതിയോ മതമോ ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. കാരണം ഓണം നമ്മുടെ മലയാളികളുടെ ആഘോഷമാണ്. മലയാളികൾ ആ ഒറ്റ വേർഡ് മതി. കാരണം അതിലെല്ലാവരും പെട്ടു. അവിടെ ജാതിയോ മതമോ ഒന്നും, ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പം ഓണം നമ്മൾ മലയാളി കൊണ്ടാടുന്ന ഒരു ആഘോഷമാണല്ലോ. അപ്പം ആ ഒരു ഓണക്കാലത്ത് നടക്കുന്ന കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. അമ്മമാരുണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു, കുഞ്ഞു മക്കളുണ്ടായിരുന്നു, അച്ഛന്മാർ, എല്ലാവരും. എന്താ പറയുക, ആ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത ആ ഒരു ക്ലബിൻ്റെ എല്ലാ മെമ്പേഴ്സിനോടും അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന എല്ലാവരോടും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്തു പോകണം. കാരണം ഇതൊക്കെ എന്താണ്, നമ്മുടെ ഈ വരുന്ന തലമുറ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഒരു കൂട്ടായ്മയും ആ ഒരു ഒത്തൊരുമയും എല്ലാം നമ്മുടെ കുഞ്ഞു മക്കളിലേയും കൂടെ നമുക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഇന്നലെ എനിക്കത് കാണാൻ സാധിച്ചൊരു കാര്യമാണ്. എന്നാൽ ഏറ്റവും ചെറിയ കുഞ്ഞു മക്കളെയും മുതൽ ഏറ്റവും മുതിർന്ന ആൾക്കാരെ വരെ എല്ലാത്തിനും പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കാണിച്ച ആ ഒരു ഉത്സാഹം, ഞാനത് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നേരെ ആ ഓണാഘോഷത്തിൻ്റെ കാഴ്ചകളും ആ ഗെയിംസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം കഴിഞ്ഞു എന്നറിയാം, എന്നാലും നമ്മുടെ ഓണക്കാലമാണല്ലോ ഇത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു മാരത്തോൺ മത്സരത്തോടു കൂടിയാണ് ഈ വർഷത്തെ ഓണാഘോഷം ക്ലബ്ബ് തുടങ്ങിയത്. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരുണ്ടായിരുന്നു, ലേഡീസിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു. രാവിലെ 6 മണിക്ക് ശേഷം തന്നെ നല്ല പഴയ ഓണപ്പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഉണർന്നത്. അതിൻ്റെ ഒരു ഉന്മേഷത്തോടു കൂടിയാണ് ഈ കുഞ്ഞുങ്ങളും എല്ലാവരും ഓടിത്തുടങ്ങിയത്. ഞാനും വൈഫും കൂടെ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി ഇവരെ എങ്ങനെയാണ് ഓടുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാവരും ഒരു പറ്റിപ്പീരും കാണിക്കാതെ നല്ല അടിപൊളിയായിട്ട് ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇത് കയറ്റാട്ടോ, അതുകൊണ്ട് അവരിങ്ങനെ നടന്നതേ. എന്നാലും അവരെല്ലാവരും അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുകയാണ്. നമ്മുടെ ക്ലബിൻ്റെ, അതായത് പാലമല ക്ലബിൻ്റെ അവിടുന്ന് തുടങ്ങിയിട്ട് അമ്മാമുക്ക് വഴി ഇങ്ങനെ കറങ്ങി പഴശ്ശിരാജ കോളേജ് വഴി ഇങ്ങനെ കറങ്ങിയാണ് ഇവരെല്ലാവരും ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്ലബ്ബ്, ന്യൂ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, പാലമൂല ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഇത് ലേഡീസിൻ്റെ മ്യൂസിക് ബോൾ ആ ഒരു ഗെയിമാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല പാട്ടൊക്കെ ഉണ്ട്, പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ പാട്ടൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ആ കുട്ടി പുറത്തായിട്ടുണ്ടായിരുന്നു. ഈ കളി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതുപോലെ വട്ടുരുട്ട്, നമ്മുടെ ഗോട്ടിയില്ലേ, ഗോട്ടി ഉരുട്ട് ഒരു കളത്തിൽ ഇങ്ങനെ കുറേ പോയിന്റ്സ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഏത് പോയിന്റിലാണോ വീഴുന്നത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആൾ ജയിക്കും. ഇതൊന്നും പിന്നെ പറയണ്ട, കസേര കളിയുടെ ഫൈനൽ റൗണ്ട് ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. കാരണം പല സ്ഥലത്ത് പല ഗെയിംസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് തന്നെ വലിയവരുടെ ഉണ്ടായിരുന്നു കേട്ടോ. ലേഡീസിൻ്റെ ജെൻസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നടത്തി. എന്തായാലും അടിപൊളിയായിരുന്നു. കാരണം ആ ഒരു പ്രദേശത്ത്, നമ്മുടെ ഇപ്പം പാലമൂല ആയാലും അതിൻ്റെ അടുത്തുള്ള പ്രദേശത്ത് എല്ലാവരും വന്നിട്ട് ഒരു നാടിൻ്റെ ആഘോഷമായിട്ടാണ് ഈ എല്ലാ മത്സരങ്ങളും നടത്തിയത് അവിടെ. ഇതിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ നമ്മുടെ സ്പൂണിൽ നാരങ്ങ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന ആ ഒരു ഗെയിമായിരുന്നത്. അതിലും എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഓണപ്പരിപാടികളിൽ പങ്കെടുക്കുന്നത്. കാരണം ജോലി സംബന്ധമായിട്ട് നാട്ടിലുണ്ടപ്പോൾ തന്നെ പല കാരണങ്ങളും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എന്തോ പോകാൻ പറ്റി, ഇവരുടെ കൂടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത്. കാരണം അതൊക്കെ മൈൻഡിന് ഭയങ്കര നമുക്ക് റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട് വയനാടാണ്. അവിടുത്തെ പുൽപ്പള്ളിയിലെ പാലമൂലയാണ്, വൈഫിൻ്റെ വീട് അവിടെയാണ്. അപ്പം എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തൊരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ. നടന്നുകൊണ്ട് സൂചിയിൽ നൂല് കോർത്തിട്ട് ആരാണോ സൂചിയിൽ നൂല് കോർത്തിട്ട് ഫസ്റ്റ് എത്തുന്ന ആ ഒരു ഗെയിമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ കണ്ണൂർ പയ്യന്നൂരാണ്. അവിടെ ഇങ്ങനത്തെ ഗെയിംസൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ വേറെ വെറൈറ്റി ഗെയിംസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് മെഴുകുതിരി കത്തിക്കലാണ്. ഏറ്റവും കൂടുതൽ മെഴുകുതിരി ആരാണോ ആ ഒരു തീപ്പെട്ടി കോല് കൊണ്ട് കത്തിക്കുന്നത്, അത് അവരാണ് വിന്നറായിട്ടുണ്ടാവുക. വൈഫിൻ്റെ ചേച്ചിയാണ് ഈ കത്തിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇതും പങ്കെടുത്തത്. ഇതിപ്പോൾ വൈഫാണ്, പിന്നെ കുറേ ആൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു.
എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല, കാരണം ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോവും വീഡിയോയ്ക്ക്. അങ്ങനെ പലതരം ഗെയിംസുകൾ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഈ വർഷത്തെ ഓണം അടിപൊളിയായിരുന്നു. അതിന് ഫീനിക്സ് ക്ലബ്ബിലെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ആ ഒരു നാടിൻ്റെ കൂട്ടായ്മ, ഒത്തൊരുമ എടുത്തു പറയണ്ട കേട്ടോ. എല്ലാവരും ഭയങ്കര അത്രയും സപ്പോർട്ടീവായിരുന്നു എല്ലാ ഗെയിംസിനും എല്ലാത്തിനും. അപ്പോൾ നമുക്ക് ഓരോ ഗെയിംസ് ഇങ്ങനെ കാണാൻ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, എന്താണ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ എന്താ പറയുക, കോരി വന്നിട്ട് ആ ഒരു ബോട്ടിൽ ആരാണോ ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നത് അവർ ജയിക്കാം. ഏറ്റവും അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കണേ, കാരണം അത്യുജ്വലമായ വടംവലിയുടെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിഷാദ് നൽകുന്ന ഒരു കുല പഴവും റഡാ സമ്മാനത്തിന് വേണ്ടി അമാമുകുല താരം നിഷാദ് കുമാർ നൽകുന്ന ഒരു കുല പഴവും. ഒന്നാം സമ്മാനം ജലജ ആൻഡ് ടീം. അപ്പോൾ ഈ വർഷത്തെ ഓണപ്പരിപാടികൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.